ഇമ്പമുള്ള ഒരു രീതി നമ്മുടെ അണുകുടുംബമായിട്ട് മാറിയപ്പോഴുള്ള ഒരു ജീവിത ശൈലിയാണ് നമുക്കിപ്പോൾ. പക്ഷെ നമുക്ക് ആ കുടുംബത്തിലുള്ള അംഗങ്ങൾ കുറയുമ്പോൾ, മുമ്പ് 8, 10, 12 മക്കളുള്ള ആളുണ്ട്. പക്ഷെ ഇപ്പൊ 1, 2 മക്കൾ, 2-ൽ കൂടുതൽ 3 എന്ന് പറയുമ്പോൾ തന്നെ അതിശയമാണ്. 4 മക്കൾ എന്ന് പറഞ്ഞാൽ 4 മക്കളുണ്ടോ എന്നുള്ളത് അതിശയത്തിലാ ചോദിക്കുന്നത്. അങ്ങനെയുള്ള കുടുംബ വ്യവസ്ഥയായിട്ട് മാറി നമ്മൾ. പക്ഷെ ഒന്നാണ്, നമുക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലും അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു കാലമായിട്ട് മാറി. എന്നും ടൂറ് പോകലാണ്. കല്യാണമുണ്ടെങ്കിൽ 1 ദിവസം 2 ദിവസം മാത്രമല്ല 4-5 ദിവസം കല്യാണമാണ്. ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. 2 നേരമെങ്കിലും കുട്ടികൾക്ക് ഭക്ഷണം എല്ലാവർക്കും എത്തിക്കുവാനുള്ള ഒരു സംവിധാനം ഇല്ലാത്ത ഒരു ദാരിദ്ര്യം കൊണ്ട് വല്ലാത്ത പ്രയാസപ്പെടുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. പക്ഷെ ആ ദാരിദ്ര്യം എല്ലാം തന്നെ നമുക്ക് മാറിയിട്ടുണ്ട്. അവിടെ കാരണന്മാർ ആരാണോ വീട്ടിലുള്ള കാരണവന്മാർ, അത് തലമൂത്ത ആളായിരുന്നു. ആ തലമുതിർന്ന ആളുകളോട് ചോദിക്കാതെ ഒരു കാര്യവും നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. ആ തലമൂത്ത ആളാണ് അവിടെ തീരുമാനിക്കുന്നതാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെയുള്ള ഒരു കാലം നമുക്ക് മാറിപ്പോയി എന്നുള്ളതിന്റെ ഉദാഹരണങ്ങൾ ഓരോ കുടുംബത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ഒരു പ്രയാസപ്പെടുത്തുന്ന ഒരു രീതി നമ്മുടെ മുതിർന്ന അന്നത്തെ കാരണവർക്കന്മാർക്ക് ഇന്നുണ്ടാവുന്നു എന്നുള്ളതാണ് സത്യം. വീടുകളിലുള്ള പ്രായമായിട്ടുള്ള ആളുകൾ ഒരു സൈഡായി പോകുന്ന ഒരു സ്ഥിതിയാണ് ഇന്നുള്ളത്. എക്കാലവും സജീവമായിട്ട് നിൽക്കുന്ന ഒരാൾ, ആ വീടിന്റെ എല്ലാമായിരുന്നിട്ടുള്ള ആൾ, ആ കുടുംബനാഥൻ അറിയാത്ത ഒരു കാര്യങ്ങൾ തീരുമാനിക്കാറില്ല എന്നുള്ള രീതി എത്തുമ്പോൾ, പക്ഷെ അദ്ദേഹത്തിന് പ്രായമാകുമ്പോൾ അദ്ദേഹം പിന്നോട്ട് മാറി പോകുന്ന ഒരു, അല്ലെങ്കിൽ ബാക്ക് സീറ്റിലേക്ക് അവരെ മാറ്റിയിരുത്തുന്ന ഒരു രീതിയാണ് ഇന്നുള്ള കുടുംബങ്ങളിൽ ഏറെയും നമ്മൾ കാണുന്നത് എന്നുള്ളത്. ഒരുപക്ഷെ മക്കൾക്കും മക്കളുടെ മക്കളും എല്ലാം തന്നെ ആകുമ്പോൾ സാമ്പത്തികമായിട്ട് മക്കൾ നല്ല ഉയർച്ചയിലെത്തിയിട്ടുണ്ടാകാം. ആ ഉയർച്ചയ്ക്കുള്ള നിലവിധാനം ഒരുക്കിയിട്ടുള്ള ആളാണ് പിന്നിലേക്ക് മാറിപ്പോകുന്നത് എന്നുള്ളതാണ്. ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി വല്ലാതെയുണ്ട് പ്രായമായിട്ടുള്ള ആളുകൾ. അതൊരു പക്ഷെ ഉപ്പാപ്പയായിരിക്കാം, ഉമ്മാമയായിരിക്കാം, ബാപ്പയായിരിക്കാം, ഉമ്മയായിരിക്കാം. ആ രീതിയിലേക്കാണ്. ചിലപ്പോഴെല്ലാം തന്നെ പുറത്തു പോകുമ്പോഴും വരുമ്പോഴും എല്ലാം നമ്മൾ അവരോട് മറന്നു പോകുന്ന ഒരു സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ എല്ലാ സ്ഥലത്തും പറയാം. ഞാൻ ജില്ലാ പഞ്ചായത്തിലായിരിക്കുമ്പോൾ വല്ലാത്ത തിരക്കിൽ ഒരു എനിക്ക് ഏറ്റവും അറിയാവുന്ന ഒരു ഇത്താദ്യം എന്നെ വിളിക്കാം, മോൾ എവിടെ, കുറെ കാലമായല്ലോ കണ്ടിട്ട്. ഞാൻ എൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരാളോട് ഫോൺ വാങ്ങി വിളിക്കുകയാണ്, നിന്നെ ഒന്ന് കാണാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഞാൻ വരും, തീർച്ചയായിട്ടും നിങ്ങളെ കാണാൻ ഞാൻ വരും, തിരക്ക് കൊണ്ട എന്ന് പറഞ്ഞപ്പോ, തിരക്കിനുള്ളിൽ മറക്കേണ്ടവരാണോ ഞങ്ങളെല്ലാം? വല്ലാത്തൊരു ചോദ്യമായിരുന്നു. പക്ഷെ പിന്നെ ഒട്ടും വൈകാതെ തന്നെ കാണാൻ വേണ്ടി പോയപ്പോ ഞാൻ കണ്ടിട്ടുള്ള ആളെ ആയിരുന്നില്ല അവർ. ആകെ മാറിയിരുന്നു. ആ വീടിന്റെ എല്ലാമായിരുന്നവർ. അവർ പ്രായമായപ്പോൾ തന്റെ പേരക്കുട്ടികളെ സ്കൂളിലേക്ക് അയക്കലും അവർ വരുമ്പോഴുള്ള ചായക്കടി ഉണ്ടാക്കി വെക്കലും അവരെ യാത്ര അയക്കാനും എന്ന് വേണ്ട ആ വീട്ടിലുള്ള കാര്യങ്ങൾ പിന്നും നോക്കി നടക്കുന്നവരായിട്ട് അവരുമാണ്. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ക്ഷീണം ബാധിച്ചു ശരീരത്തിന്. എന്നോട് പറഞ്ഞു, നീ കാണുന്ന ആളല്ല ഞാനിപ്പോ. എന്റെ ലോകം ഈ വീടും ഇതിന്റെ